ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കാഞ്ചന ഇപ്പോൾ അവന്തികയുടെ ഓഫീസിലൊക്കെ കയറി കൂടിയിട്ടുണ്ട്. അർച്ചനയുടെ നിർദ്ദേശപ്രകാരം കാഞ്ചന അവന്തികയുടെ ആ ഒരു ലാപ്ടോപ്പിലെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ പാസ്വേഡ് കണ്ടുപിടിക്കാനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ഇപ്പോൾ കാഞ്ചന. അതിനിടെ ലീലയ്ക്ക് സംശയമുണ്ട്, ചിപ്പിമോള് ഇപ്പോൾ അവന്തികയുടെ സ്വന്തം മകൾ തന്നെയാണോ എന്നുള്ളതിൽ. എങ്കിൽ അവരുടെ അച്ഛൻ ആരാണ് എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ലീലയ്ക്ക്. അതേ സംശയം തന്നെ ഇപ്പോൾ കാഞ്ചനയ്ക്കും തോന്നുന്നു. ശേഷം കാണിക്കുന്നത് രാജീവും അർച്ചനയും കൂടി സംസാരിക്കുന്നതാണ്. ഗോകുലിനെതിരെ അവർ കേസ് കൊടുത്തതിനെ പറ്റിയൊക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ഗോകുൽ വരുന്നുണ്ട്. ഗോകുൽ ഇപ്പോൾ രാജീവിനോട് ചോദിക്കുന്നുണ്ട്, അളിയനാൾ കൊള്ളാവല്ലോ, അവന്തികയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ എന്ന് രാജീവ് ചോദിക്കുന്നു. അനിരുദ്ധൻ കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അല്ലേ? അയാളെ കൊന്നത് അവന്തികയാണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം എന്ന് ഗോകുലും അർച്ചനയും ഒക്കെ പറയുന്നു. ഈ കേസിൽ ഗോകുൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് രാജീവ് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അവന്തിക നമ്മുടെ ഫ്രണ്ട് കൂടി ആയിരുന്നല്ലോ, എന്നാൽ ഇനിയിപ്പോൾ ഈ ഒരു കേസും കൂടി ആകുമ്പോൾ നമ്മളോട് ശത്രുതയാകും എന്ന് ഗോകുൽ പറയുമ്പോൾ സ്വന്തം ജോലി ആത്മാർത്ഥതയോടെ ചെയ്താൽ ഈ ഒരു ചിന്തയൊന്നും ഉണ്ടാകില്ല എന്ന് രാജീവ് പറയുന്നുണ്ട്. നോക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗോകുൽ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം അർച്ചന വളരെയധികം ടെൻഷനോടെ തന്നെ രാജീവിനെ നോക്കുന്നുണ്ട്. ശേഷം ഗോകുൽ ഇപ്പോൾ റൂമിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം അവിടേക്ക് അർച്ചന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സത്യത്തിനും നീതിയുടെയും കൂടെ നിൽക്കുന്ന ആളാണ് ഗോകുൽ എന്നാണ് ഞാൻ ഇതുവരെ കരുതിയത്. ഞാൻ വിശ്വസിച്ചിരുന്നതും ഇന്നു മുതലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ചില സത്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാറില്ലേ എന്ന് ഇത് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ഗോകുൽ എന്ത് സത്യമാണ് അറിഞ്ഞത് എന്ന്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എന്നെ വിട്ടേക്ക്, ഞാനൊരു അഡ്വക്കേറ്റാണ്. ഓരോ ദിവസവും എത്ര പേരുടെ ജീവിതങ്ങളാണ് എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോകുന്നത്. തനിക്കറിയാമോ, നമ്മൾ അറിയുന്ന സത്യങ്ങളല്ല പലപ്പോഴും പറയുന്ന സത്യം അതിലും എത്രയോ വലുതാണ് കോടതിയിൽ. പിന്നെ അതിനെയൊക്കെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്. എന്താ സത്യത്തിന് വില കൊടുത്ത് സുഹൃത്തിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണോ? അവന്തിക ശത്രുവായാൽ ഗോകുലിന് എന്തെങ്കിലും പേടിയുണ്ടോ എന്നൊക്കെ അർച്ചന ഇപ്പോൾ ചോദിക്കുന്നു. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, എനിക്ക് പേടി നിന്നെക്കുറിച്ചാണ്. ഞാൻ ആരും അറിയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ മാത്രമാണ് എൻ്റെ പേടിയെന്ന് ഗോകുൽ മനസ്സിൽ വിചാരിക്കുന്നു. ഗോകുൽ എന്താണെന്നും പറയാത്തത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സത്യത്തിൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധിക്കില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്നൊക്കെ ഗൂഗിൾ പറയുന്നു. എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ. ഗൂഗിൾ പറയുന്നത് പോലെ ഞാനൊരു അഡ്വക്കേറ്റ് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ ഗൂഗിൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ തനിക്ക് ഇനിയും സമയമെടുക്കും. അന്ന് പക്ഷേ താൻ എന്നെ മനസ്സിലാക്കിയെന്ന് വരില്ല എന്നൊക്കെ ഗൂഗിൾ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം ഇപ്പോൾ പിറ്റേ ദിവസമായിരിക്കുകയാണ്. ഈ സമയം കമല അവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ സന്ദീപ് എത്തിയിരിക്കുകയാണ്. മോനെ, നീ ഇത് എവിടെയായിരുന്നടാ? നിന്നെ കാണാതിരുന്നിട്ട് ഇവിടെ എല്ലാവർക്കും എന്ത് വിഷമമായിരുന്നെന്ന് അറിയാമോ എന്നൊക്കെ കമല സന്ദീപിനോട് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, നിങ്ങളെന്തിന് എന്നെക്കുറിച്ച് ഓർത്ത് ആദ്യപ്പെടുന്നത്? നിങ്ങളുടെ മകളെക്കുറിച്ച് ആദ്യം എടുത്താൽ മതി. ഞാൻ ഒഴിയാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളുടെ മോള്, കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾ അമ്മയും പിന്നെ രക്ഷകനായ സച്ചിമോനും എന്നൊക്കെ ദേഷ്യത്തോടെ സന്ദീപ് ഇപ്പോൾ കമലയോട് പറയുമ്പോൾ അനാവശ്യം പറയരുത് എന്ന് ദേഷ്യത്തോടെ കമല തിരിച്ചു പറയുന്നുണ്ട്. അനാവശ്യമല്ല, സത്യം. ജോലിക്കെന്ന് പറഞ്ഞ് കണ്ണിക്കണ്ടവൻ്റെ കൂടെ ഓഫീസിലും ഹോട്ടലിലും നിങ്ങളുടെ മോൾ അഴിഞ്ഞാടുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട്. ഈശ്വര, എന്തെങ്കിലും മോശമായിട്ട് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് കമല പറയുന്നു. ആതിര ഈ ജോലിക്ക് പോകുന്നത് ഈ വീട്ടിലെ ബുദ്ധിമുട്ടോർത്ത് മാത്രമാണ്, അല്ലാതെ നീ പറയുന്നത് പോലെ ഒന്നുമല്ല എന്ന് കമല പറയുന്നുണ്ട്. മതി, നിങ്ങളുടെ മകളെക്കുറിച്ചുള്ള ന്യായം കേൾക്കാനല്ല ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. എന്നെ സംബന്ധിച്ച് അവളിപ്പോൾ പുറത്തായ പുകഞ്ഞ കൊള്ളിയാണ്. അവളിനി ഏതവൻ്റെ കൂടെ പോയാലും എനിക്കൊരു വിഷയവുമല്ല എന്ന് സന്ദീപ് പറയുമ്പോൾ നിന്നെ എന്ന് പറഞ്ഞ് കമല സന്ദീപിൻ്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. വിട്ട് തള്ളേ അങ്ങോട്ട് എന്ന് പറഞ്ഞ് കമലയെ പിടിച്ച് തള്ളുകയാണ് ഇപ്പോൾ സന്ദീപ്. നിങ്ങളുടെ വിരത്തുമ്പിലാടി നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന സച്ചിമോനല്ല ഞാൻ. എവിടെ അയാളെ വിളിക്ക്, എനിക്ക് അയാളോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ സന്ദീപ് ഇപ്പോൾ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കരുത് മോനെ എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് സച്ചി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവന് പറയാനുള്ളതെല്ലാം പറയട്ടമ്മേ എന്നിട്ട് വളരെയധികം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് എന്ന്.
കേസ് ജയിച്ചില്ലേ, എനിക്ക് കിട്ടാനുള്ള സ്വത്ത് എനിക്ക് ഉടനെ കിട്ടണം, എൻ്റെ അച്ഛൻ്റെ സ്വത്താണത് എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. മിണ്ടിപ്പോകരുത് നീ, അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കൾക്ക് അവകാശം വേണം പോലും. എന്തർഹതയാണ് നിനക്കിതിൽ ചോദിക്കാനുള്ളത്? അവന്തികയ്ക്ക് വേണ്ടി ഈ കേസിൽ നീ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതല്ലേ? ഇത്രയും നാൾ സ്വന്തം കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു സ്വത്ത് മോഹിച്ച്. കോടതി വിധിക്കെതിരെ അവന്തിക അപ്പീൽ പോയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഈ കുടുംബത്തോട് ഒരു തരിയെങ്കിലും സ്നേഹം നിനക്കുണ്ടെങ്കിൽ അത് പോയി തടയാൻ നോക്ക് നീ. അവകാശം ചോദിച്ച് കയറി വന്നിരിക്കുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, നീ പറയുന്ന കുടുംബസ്നേഹമൊക്കെ എന്താണെന്ന് എനിക്കറിയാം. ദേ ഇവരുടെ കണ്ണിൽ നിങ്ങൾക്ക് പൊടിയിടാം, പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പായിട്ടും ഒരു ഭാര്യ പറഞ്ഞ് താൻ ഇവരെ പറ്റിച്ച് നല്ല പിള്ള ചമഞ്ഞ് നടക്കുവല്ലേ? വക്കീലെന്നും പറഞ്ഞ് കൊള്ളാവുന്ന ഒരുത്തിയ താൻ ഈ വീട്ടിൽ കയറ്റിയത് ദേ ഇവരെ പറ്റിച്ച് സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തി അവളെയും അടിച്ചു കൊണ്ടുപോയി സുഖമായി ജീവിക്കാനല്ലേ എന്ന് സന്ദീപ് ചോദിച്ചു തീരുന്നതും സന്ദീപിൻ്റെ കാരണത്തിനിട്ട് അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സച്ചി. നീ ഇപ്പോൾ പറഞ്ഞതിന് നിന്റെ നാവെനിക്ക് പിഴുതെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, കൂടപ്പിറപ്പായതുകൊണ്ട് മാത്രം വിട്ട് കളയുകയാണ്. ഇനിയും ഇവിടെ നിന്ന് നീ തോന്നിവാസം പറഞ്ഞാൽ ഈ ബന്ധം ഞാനങ്ങ് മറന്നു കളയും. പിന്നീട് ഇതുപോലെ നിവർന്നു നിന്ന് സംസാരിക്കാൻ നിനക്ക് സാധിച്ചില്ലെന്ന് വരും. ഇറങ്ങിപ്പോടാ എന്നൊക്കെ സച്ചി ഇപ്പോൾ സന്ദീപിനോട് പറയുന്നുണ്ട്. എല്ലാം കൂടി ഒറ്റയ്ക്കങ്ങ് അടിച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ട, എൻ്റെ അവകാശം ഞാൻ നേടിയെടുത്തിരിക്കും, കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനെയും എന്നൊക്കെ ദേഷ്യത്തോടെ സന്ദീപ് ഇപ്പോൾ കമലയോടും സച്ചിയോടും പറഞ്ഞിട്ട് കലിതുള്ളി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ അർച്ചന ഇപ്പോൾ അവന്തികയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. ലീലയാണ് കഥക് തുറക്കുന്നത്. മോളോ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. മൂർത്തിയുണ്ടോ ഇവിടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇല്ല, അയാൾ ഓഫീസിൽ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ലീല. അവന്തികയോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മുകളിലുണ്ട്, കുറേ നേരമായി ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ലീല പറയുന്നു. രണ്ടുപേർക്കും സുഖമല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഇവിടെ വന്നപ്പോഴല്ലേ എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് ലീല പറയുന്നു. ആദ്യം ഞാൻ അവന്തിക ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് അർച്ചന പറയുന്നു. അവന്തിക ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫോൺ വിളിച്ച് അവന്തിക തിരിഞ്ഞു നോക്കിയതും അർച്ചന മുന്നിൽ തന്നെ നിൽക്കുന്നു. ഇതാരും സമൃദ്ധിയോ ഒന്ന് വിളിച്ചത് പോലുമില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, വലിയ വലിയ വിജയങ്ങൾ നേടുമ്പോൾ ഇതുപോലെ അപ്രതീക്ഷിതമായി നേരിട്ട് വന്ന് കൺഗ്രാറ്റ്സ് പറയുക അതാണ് നല്ലതെന്ന് തോന്നി. എന്തായാലും കേസിൽ സ്റ്റേ കിട്ടിയല്ലോ, കൺഗ്രാറ്റ്സ് എന്ന് അർച്ചന ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്. സമൃദ്ധി അവിടെ ഇരിക്കുക എന്ന് അവന്തിക പറയുന്നുണ്ട്. ഈ സ്റ്റേ എനിക്ക് കേസ് ജയിച്ചതുപോലെയാണ്, ഐ ആം വെരി ഹാപ്പി എന്നൊക്കെ അവന്തിക പറയുന്നു. എന്തോ ഒരു ഡീല് നടക്കുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടോ എന്ന് അർച്ചന പറയുമ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, അതൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യമാണ്, ഒരു ഹോസ്പിറ്റൽ. ഭാവിയിൽ എൻ്റെ മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി കഴിയുമ്പോൾ അവൾക്ക് സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ. ഇപ്പോഴാകുമ്പോൾ അത് ലാഭത്തിൽ കിട്ടി, അപ്പോൾ അത് വാങ്ങാമെന്ന് കരുതി എന്നൊക്കെ അവന്തിക പറയുമ്പോൾ നന്നായി, നമുക്കൊരു ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുള്ളത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നു. ഡോക്ടറായാലും എൻ്റെ മകൾ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അവന്തിക. സമൃദ്ധി ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഡീൽ ചെയ്തോട്ടെ, ആ പ്രോപ്പർട്ടീസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ അയച്ചിട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ക്യാരി ഓൺ എന്ന് അർച്ചനയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തികയുടെ പുറകെ തന്നെ അർച്ചന ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവന്തികയുടെ പിന്നിൽ നിന്ന് അവന്തിക ചെയ്യുന്നതൊക്കെ ഫോണിൽ വീഡിയോ ആയി പകർത്തുന്നുണ്ട്. ഇത് നോക്കിയേ, ഇതാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ അത്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇത് വലിയ ഹോസ്പിറ്റലാണല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന്തിക. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ അതെന്താ ഇത്ര പെട്ടെന്ന്, ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാനൊരു ആവശ്യത്തിന് വന്നതായിരുന്നു, അത് നടന്നു, പിന്നെ അവന്തികയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കണ്ടു, അത്രയേ ഉള്ളൂ, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, എങ്കിൽ ശരി എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചനയ്ക്ക് അവന്തികയുടെ ആ ഒരു ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് കിട്ടിയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടായിരുന്നു അർച്ചന ഇപ്പോൾ അവിടെ വന്നത്. എന്തായാലും അത് നടന്നു. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഇപ്പോൾ കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കമല വരുന്നുണ്ട്. കമല ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്ന് കമല ചോദിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, അമ്മ എന്നെയും വക്കീലിനെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് സച്ചി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ആരതിമോളുടെ മനസ്സ് എനിക്കറിയാം, അവൾക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, ഞങ്ങളെ ഓർത്ത് നീ എതിരൊന്നും പറയണ്ട, അങ്ങനെ നിൻ്റെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ ആരതിമോളെ കല്യാണം കഴിച്ചാൽ നിൻ്റെ ജീവിതത്തിലെ പഴയ സന്തോഷം തിരിച്ചു കിട്ടും എന്നൊക്കെ കമല പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൽ ഒരു മാറ്റവുമില്ല എന്ന് സച്ചി പറയുന്നു. അച്ചുമോള് എൻ്റെ മോളാണ്, എന്നിട്ടും ഞാനത് പറയണമെങ്കിൽ നിൻ്റെ കാര്യത്തിൽ എനിക്ക് എത്രയും കരുതലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ മാഷിനെക്കുറിച്ചും അവരുടെ അടുത്തേക്ക് പോയി ആദ്യം മരിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമല.
നീ സന്തോഷമായി ജീവിക്കാനേ എൻ്റെ അച്ചുമോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിൻ്റെയും ആരതി മോളുടെയും വിവാഹം നടക്കണം. എങ്കിലേ എൻ്റെ അച്ചുവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ ഇത് കേട്ട് സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മ എന്നിങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എൻ്റെ അർച്ചന മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് എൻ്റെ കൺമുന്നിൽ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ തന്നെ കമല നിൽക്കുന്നു. അധികം താമസിക്കാതെ ഞാൻ അവളെ കൊണ്ടുവരുമെന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് കമല ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോനെ അമ്മയോട് നീ കള്ളം പറയുന്നത്? ഈ കല്യാണത്തിൽ നിന്നും തലയുരാൻ നീ ഇങ്ങനെ കള്ളം പറയരുത് എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ കള്ളമല്ല, സത്യമാണ്, സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ മോള് ജീവനോടെ തന്നെയുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് കമല വീണ്ടും ഞെട്ടി. ഞാൻ അവളെ കണ്ടു, അതേ അമ്മേ, വിശ്വസിക്കണം എന്ന് സച്ചി പറയുമ്പോൾ എവിടെയാണ് എന്ന് കമല ചോദിക്കുന്നുണ്ട്. എവിടെയാണുള്ളത് പറ, എൻ്റെ മോള് ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കമല. ഇതെല്ലാം കേട്ട് വളരെയധികം സങ്കടത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സച്ചി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.